ഹലോ ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. യാ പോന്നോട്ടെ. എന്താണ് എന്തും ടോക്കാം. പ്രൊമോ ഇന്നലെ മുതൽ പ്രൊമോസിന്റെ വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ഗംഭീരമായിട്ടുള്ള പ്രൊമോസാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളതൊക്കെ. അതായത് ലാലേട്ടൻ്റെ ഒരു സ്പെഷ്യൽ പ്രൊമോ ഉണ്ടായിരുന്നു, അത് കണ്ടിട്ട് തരിച്ചുപോയി. അതായത് ബിഗ് ബോസ് ഫാൻസ് ആണെങ്കിൽ തീർച്ചയായും രോമാഞ്ചം കൊള്ളും, ത്രില്ലടിക്കും. അതായത് ലാലേട്ടൻ ഈ വക ലൈന് പിടിക്കാത്തതാണ് സത്യം. ആള് പറയുന്നുണ്ട് കൃത്യമായിട്ട് ആർക്ക് വോട്ട് ചെയ്യണം, എങ്ങനെ വോട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ വോട്ട് ചെയ്തിട്ട് അതിൽ ഇന്ന സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറ്റം പറയരുത്. ഇത് വേണമായിരുന്നു, ഇങ്ങനെ വേണമായിരുന്നു, അങ്ങനെ വേണമായിരുന്നു എന്ന് പറയരുത്. അതെ, അതൊക്കെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതെ, ആ ഒരു പ്രൊമോ നമുക്ക് കാണാം. പിന്നെന്താ, തീർച്ചയായിട്ടും. പിന്നെ ഇന്ന് വേറൊരു പ്രൊമോ വന്നിട്ടുണ്ട്, ജയിലോ. അതൊരു കണ്ടിട്ട് ഗംഭീര ഒരു പ്രൊമോ ആയിരുന്നു കേട്ടോ. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അതെ, അംഗം തുടങ്ങിയ സ്ഥിതിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. പാടത്ത് പണി വരമ്പത്ത് കൂലി, അതാണ് ഇത്തവണത്തെ ഒരു ലൈൻ. കൂലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട വോട്ടും അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. അല്ലാതെ ആർമികളുടെയും PR ടീമുകളുടെയും വാക്കുകൾ കേട്ട് ചെയ് വിളിക്കരുത്. പച്ചാളം ഭാസികളെയും PR രാജാക്കന്മാരെയും തിരിച്ചറിയാതെ പോകരുത്. സേഫ് ഗെയിമും കളിച്ച് ബിഗ് ബോസ് വീട്ടിൽ വാഴകളായി നിൽക്കാൻ വന്നവരെ കണ്ടം വഴി ഓടിക്കണം. കണ്ടന്റ് തരുന്നവർ മാത്രം മതി ഷോയിൽ. എന്നാലേ എൻഗേജിംഗ് ആവും, എന്റർടൈനിങ് ആവും. പ്രതികരിക്കുന്നവരെയും നിലപാടുള്ളവരെയും എവിക്റ്റാക്കി അലസന്മാരെയും അർഹതയില്ലാത്തവരെയും ഷോയിൽ നിർത്തിയാൽ പണി നിങ്ങൾക്കാകും കിട്ടുക. അന്നേരം അയ്യോ ഈ സീസണിൽ അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്ന കംപ്ലൈന്റ് പൊക്കി തന്നേക്കും. ഞങ്ങളുടെ കൂടെ നിങ്ങളും പണിയെടുത്താലേ പണി 7ന്റെ പണിയാകും, അത് ഓർമ്മ വേണം. അപ്പോ സവാരി ഗിരിഗിരി. വേറെ ലെവല്. നിങ്ങളിങ്ങനെ തീയായി നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഒരാളെ മുമ്പ് പോയി ചൂടി നിന്നാ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അത് കാണാന്. ആസ് എ ഫാൻ അതെ, ഞങ്ങൾക്കത് ഒട്ടും സഹിക്കൂല. ഇങ്ങനെ തീപ്പൊരിയായിട്ട് ഇങ്ങനെ നിൽക്കുക, അതിങ്ങനെ എരിയുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ, അതിന്റെ ഒരു ഓറ, അതിങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറണം. ഒന്ന് ആലോചിച്ച്, ചൂട് അവിടെയാണ് കത്തിയത്, പക്ഷെ ചൂട് ഇവിടെ അടിച്ചു. അതാണ് പൊളി സാധനം. എന്തായാലും ഇത് കാണുമ്പോൾ മറ്റൊരു വലിയ കാര്യമാണ് മനസ്സിലേക്ക് വരുന്നത്. അതായത് ഞായറാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച അല്ലല്ലോ, ശനിയാഴ്ച രാത്രി ആൾ വരും, ഞായറാഴ്ച രാത്രിയും വരും. ഈ 2 ദിവസം അപ്പോൾ എന്തായിരിക്കും ആള്? ഈ ഇതുവരെ കണ്ടിട്ടുള്ള ബിഗ് ബോസ് സീസണുകളിലെ സാറ്റർഡേ സൺഡേ പോലെ ആയിരിക്കില്ല ഇനി അങ്ങോട്ടുള്ള സീസണുകൾ. തീർച്ചയായും ഈ സീസൺ എന്തായാലും മാറ്റണ്ട്, അത് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. കാരണം ഒരാഴ്ച, ഫസ്റ്റത്തെ ഒരാഴ്ച ഇന്നത്തോടെ തീരുകയാണ്, വീക്കെൻഡ് ആവുകയാണ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്നത്തോടെ തീരുകയാണ്. ഈ ഒരാഴ്ച അവിടെ അവർ അനുഭവിച്ചിട്ടുള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസ് ഏത് റേഞ്ചാണെന്ന്, ഇതിന്റെ ടീം എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ ബിഗ് ബോസിലെ, അതായത് ഈ സീസണിലെ ബിഗ് ബോസ് നടത്തിപ്പുകാരുണ്ടല്ലോ, അവരെ ഏതോ ഒരു സൈക്കോ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്നാണ്. സത്യം, നല്ല ഗംഭീരമായിട്ടാണ് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പ്രാന്തന്മാരാണ്, പണിതുകൊണ്ടിരിക്കുക. പക്ഷേ ജയിച്ചു വന്നവരാണെന്ന് നോക്കുന്നില്ല, പണിയോട് പണി. ഇപ്പോഴും പറയാണ്, ഇങ്ങനെ മറ്റുള്ള ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് കുറച്ച് കൂടുതലാണെന്നൊക്കെ കേൾക്കുമ്പോൾ ദയവേത് നിങ്ങൾ കുറയ്ക്കാൻ നിൽക്കരുത്, ഇതേ റേഞ്ചിൽ തന്നെ പോവാ. അതെ, ഇത് നമ്മള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പറഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത്. അത് അലങ്കാരികമായി പറഞ്ഞാണ്. ചിലപ്പോ എല്ലാ വീഡിയോയിലും എല്ലാ ആൾക്കാരും ഇങ്ങനെ വന്നിട്ട് ബിഗ് ബോസ് ഭയങ്കര ഓവറാണല്ലോ ഇപ്രാവശ്യം എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ഇവര് വിചാരിക്കും ഇത്തിരി ഓവറാണോ, ഇത്തിരി കുറച്ചേക്കാം എന്ന് ചിന്തിക്കരുത്. ഇതേപോലെ തന്നെ മുന്നോട്ട് പോവാ. തീർച്ചയായും. എന്തായാലും ആരുടേതൊക്കെ കേൾക്കരുത്, PR ടീമിൻ്റെത് കേൾക്കരുത്. നിങ്ങൾ അതാരെയൊക്കെ ഉദ്ദേശിച്ചാവും ആർക്കറിയാം. ഓക്കെ, എന്തായാലും മുഖത്തോട് മുഖം നോക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലേ? അല്ല, റിവ്യൂ ചെയ്യുന്നവരൊന്നും ഇവർക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല. അതെ, അവര് ഒരുപാട് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയത് റിവ്യൂവേഴ്സ് വഴിയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വിമർശിച്ചതുകൊണ്ട് ഇത് നല്ലതാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടുണ്ട്. ഇത് നല്ലതായിരുന്നെങ്കിൽ ഇത്തവണ ഇതുപോലെയുള്ള ബിഗ് ബോസ് സീസൺ ആയിരിക്കൂല എന്ന് പറയണമെങ്കിൽ അപ്പോൾ അത് ശരിയായിരുന്നില്ല എന്നുള്ളത് വ്യക്തമല്ലേ? ലാലേട്ടൻ പല പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട്, കഴിഞ്ഞ സീസണുകളിൽ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, അങ്ങനെ അവർക്ക് തന്നെ അത് മോശമായിരുന്നു എന്ന് തോന്നിയിട്ടാണല്ലോ. ഇപ്പൊ ലാലേട്ടൻ പോലും അത്
പറയാതെ പറഞ്ഞു പോകുന്നുണ്ട് പല സമയങ്ങളിലും. ഉദാഹരണം പറയാം, അതിലേക്ക് വരാം. അതായത് ബിഗ് ബോസ് സീസൺ 6 മാരക സാധനമാണ്, വേറെ ലെവൽ വിജയമാണെന്ന് ചിലർ പറയുന്നുണ്ട്. ചിലരുടെ മാത്രം അഭിപ്രായം, ആ അഭിപ്രായം തെറ്റാണെന്ന് ബിഗ് ബോസിൻ്റെ ടീം തന്നെ കാണിച്ചിരുന്നിരിക്കുകയാണ്. അതായത് ഓരോ പ്രൊമോയിലും ഇന്ന കാർഡ് പറ്റില്ല, ഇന്ന കാർഡ് ഇവിടെ നടക്കൂല, ഇന്ന പരിപാടി ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞ് ഇവർ തന്നെ അതിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. അതിനർത്ഥം എന്താ? ആ സീസണിൽ മൊത്തം അതായിരുന്നു. അതായത് അവര് പ്രൊമോയിലൂടെ പലതും കാണിച്ചിട്ടുണ്ട്. അതായത് പെങ്ങളൂട്ടി പാസം, വാഴ കേസ്, സംഭവം കുറെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു ഇതിൽ തന്നെ ഉണ്ട്, എന്ത് അർഹമല്ലാത്ത ആൾക്കാരൊക്കെ കൊടുത്തിട്ട് കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ ഇന്ന ആൾക്കാരില്ല, ഇന്ന സംഭവങ്ങൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ലാലേട്ടൻ എടുത്തു പറയുന്ന കാര്യമുണ്ട്. വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഗെയിം കളിക്കുന്ന ആൾക്കാരെ പുറത്താക്കിയിട്ട്, അതെ, വോട്ടിങ്ങിലാണല്ലോ, വോട്ട് ചെയ്തിട്ട് മറ്റുള്ളവരവിടെ നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ അവസാനം വന്നിരുന്നിട്ട് അവരില്ല ഇവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെയും കൂടി തെറ്റാണെന്നുള്ളത്. വളിക്ക് മൈക്ക് വെക്കുന്നവരും അതിന് വിളി കേൾക്കുന്നവരൊക്കെ ആയിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ എന്നിട്ട് അതില് മൈക്ക് വെച്ച ആള് കപ്പടിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. വളി വിട്ട ആള് അതിന് മൈക്ക് വെച്ച ആള് ഒരാൾ തന്നെയാണല്ലോ. ആ ആള് കപ്പടിച്ച സീസണാണ് 6, മനസ്സിലായില്ലേ? അപ്പോൾ അത് സൂപ്പറാന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആ പറയുന്നവരോടാണ് പറയാനുള്ളത്. ഇപ്പൊ കണ്ടോ, ഇവരൊക്കെ ഇത് മാറ്റുന്നു. എന്താ അതിനർത്ഥം? അതൊക്കെ മോശമായിരുന്നു. അതാണ്. അപ്പൊ നിങ്ങൾ എന്നിട്ടും ഇനിയും ബിഗ് ബോസ് സീസൺ 6 സൂപ്പറാന്ന് പറഞ്ഞ പൊതുവായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് അവരെടുത്തിട്ടുള്ളത്. നിങ്ങളെ പോലെ ഇഷ്ടപ്പെട്ട ആൾക്കാരും ഉണ്ടാവും. അത് നമുക്ക് അതിനകത്ത് നിങ്ങളോടൊന്നും പറയാൻ പറ്റൂല. ശരി, അത് നിങ്ങളുടെ ഇഷ്ടം, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം, അത്ര തന്നെ. എന്താണെങ്കിലും ഇത്രയും വയലന്റ് ആയ സ്ഥിതിക്ക് നമുക്കൊന്ന് ചിരിക്കാം. അടുത്ത പ്രൊമോ ചിരിക്കാനുള്ളത് ഞാൻ തരൂലേ. പ്രൊമോ വന്നിട്ടുണ്ട് അടുത്തത് കേട്ടോ. അതായത് ജയിലിലുള്ളൊരു സീനാണ്. അതായത് അപ്പാനി ശരത്തും അനുമോളും ജയിലിൽ കയറിയിട്ടുണ്ട്. എങ്ങനെ ആരാ അതിന് ഇവരെ പിടിച്ച് ജയിലിലിട്ട്? ആ ഒരു സെക്ഷൻ കണ്ടിട്ടില്ല. ആരാ ഈ ക്രൂരത ചെയ്ത്? അല്ല, അതില് ക്രൂരത എന്ന് പറയാൻ പറ്റൊന്നുമില്ല. അവരുടെ കുഴപ്പം കൊണ്ട് അവർ ജയിലിൽ പോകുന്നു, അത്രേ ഉള്ളൂ. ആണോ? നമ്മൾ അതിനകത്ത് ക്രൂരതയൊന്നും നമ്മൾ വിചാരിക്കണ്ട. നോക്കാം നമുക്ക്. തെറ്റ് ചെയ്താൽ ജയിലിൽ പോണം, ആക്റ്റീവ് അല്ലാത്തവരല്ലേ? ചെയ്തവര് ജയിലിൽ പോകും, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നും പറഞ്ഞിട്ടേ അല്ല. അത് മേ ബി മറ്റുള്ളവർ ചെയ്ത തെറ്റ് ഇവർക്ക് കിട്ടുന്നതാവാം. അവര് ചെയ്ത തെറ്റായിരിക്കാം മേ ബി ഇവരെ അതിനകത്തേക്ക് വിട്ടത്, അല്ലേ? എന്തുവാവാം. ഓക്കെ, എന്താണെങ്കിൽ ഇതിന്റെ പ്രൊമോ കാണാട്ടോ. ഭീകര സാധനമാണ്. ഞാൻ ഈ കായ വറുത്തത് ഇവിടെയുള്ളവർക്ക് ഓരോ കഷ്ണം വെച്ച് കൊടുക്കട്ടെ. എന്റെയും നാരായണന്റെയും പേരിൽ. എന്നെ മാത്രം സ്നേഹിക്കോ? ഞാൻ നാരായണനെ മാത്രമേ സ്നേഹിക്കുള്ളൂ. എനിക്ക് ഈ രാത്രികളിൽ ഉറക്കം വരില്ല. അതെന്താ നാരായണി? 50 ചപ്പാത്തിയും ചുട്ട് ആ അനീഷ് എന്ന് പറയുന്നവന്റെ കയ്യിൽ കൊടുക്കണം. നാരായണിക്കൊപ്പം ഞാനുണ്ട് നാരായണി. എനിക്കത് മതി ബഷീർക്ക. പക്ഷെ ഇടയ്ക്ക് എന്തിനാ നീ പറ്റിക്കരുത് നാരായണി. എനിക്ക് വേറെ ഒരു വഴിയില്ലാത്തോണ്ട് ഇതിന്റെ അകത്തോട്ട് വന്നേക്കണം. ബിഗ് ബോസ് മലയാളം സീസൺ 7. എന്താ പറയാ, ഒരു രക്ഷയില്ലാത്ത പ്രൊമോ. പരിചരത്തിന്റെ വോയിസ് മോഡുലേഷനും ആ ഒരു സാധനം കണ്ടു. ഇവര് രണ്ടുപേരും കൂടി അങ്ങ് വന്നപ്പോഴേക്ക് മറ്റേ മതിലുകളാണ് സാധനം. മതിലുകൾ, ബഷീറും നാരായണിയും. ആ സംഭവം ഇവര് തമ്മില് സംസാരിക്കുന്ന എന്തൊരു രസമായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ഇടർച്ച ഉണ്ടോ പരിസരത്തിന്റെ? ഇടർച്ച ഒരു അവസ്ഥയില്ലാത്തോണ്ട് വന്നതാന്ന് പറ്റിക്കരുത്, നീ എന്നെ പറ്റിക്കരുത് നാരായണി എന്ന് പറയുന്നിടത്താണ് ആ മോഡുലേഷൻ വന്നിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് എന്താ പറയാ, എന്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നതെന്ന് പറയാം. ശരിക്കും ഇവര് തമ്മിലുള്ള ഒരു കോമ്പോ തുടങ്ങിയ പോലെ അന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയായിരുന്നു. കാരണം എന്താ അറിയോ, ശരിക്കും അപ്പാനിശരത്ത് മീശ പിരിച്ച് കൊമ്പ് കാട്ടി നടക്കുന്ന ആളാ. സത്യം, മാരക കൊമ്പായിരുന്നു. പക്ഷെ ഒരാളെ മുമ്പ് ചെന്ന് ആ കൊമ്പ് ഇങ്ങനെ വളഞ്ഞ് അങ്ങ് മൂക്ക് കുത്തി നേരെ താഴേക്ക് അങ്ങ് ഇരിക്കും. അനുമോളെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അനുമോള് ഓടിച്ചിട്ട് അടിക്കായിരുന്നു. അനുമോള് കാണുന്നോടത്ത് വെച്ച് കൊടുക്കുമായിരുന്നു ശരത്തിനാണെങ്കിൽ ശക്തമായി, അതായത് ഈ അഗ്രസീവായിട്ട് എല്ലാവരോടും പെരുമാറുന്ന പോലെ അനുമോളോട് പെരുമാറാനും പറ്റുന്നില്ല. അതേ പറഞ്ഞ അങ്ങനെ പെരുമാറുന്ന ഒരാളാണ് ഇതിനകത്ത് ഇപ്പൊ കേറി. ആ രണ്ടുപേരും ഇതിനകത്തേക്ക് അത് അനുമോളുടെ സൗണ്ടിലും ഉണ്ട്, ആ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. പിന്നെ അത് പറയുന്നുണ്ടല്ലോ, എനിക്ക് രാത്രികളിൽ ഉറക്കമില്ല. അപ്പൊ എന്താ നാരായണി എന്ന് ചോദിക്കുമ്പോ 50 ചപ്പാത്തി ചുട്ടിട്ട് ആ കാലന്റെ കൈ കൊടുക്കണം. അനീഷിന്റെ കയ്യിൽ എന്നാണ് പറഞ്ഞതെങ്കിലും അനീഷിന്റെ അണ്ണാക്കി തിരികെ പറഞ്ഞത്. ആ വെച്ചിട്ട് നിർത്തി, അല്ലേ? അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി. എന്ത്, അതായത് ശത്രുവിന്റെ ശത്രു മിത്രം, അത്രേ ഉള്ളൂ. അനുമോളപ്പോ മിത്രായി. കാരണം
അപ്പാനീശ്വരത്തിന് അനീഷാണ് ഏറ്റവും വലിയ അലർജി. അത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മള് അപ്പാനിശ്വരത്ത് കുറച്ച് കൂടുതലായിട്ട് ആളോട് തട്ടിക്കേറി സംസാരിക്കുന്നു എന്നുള്ളൂ. പക്ഷെ 18 പേർക്കും അവിടുത്തെ മെയിൻ അലർജി അത് അനീഷനാണ്. നമുക്കിപ്പോ അത് ഇപ്പൊ നമുക്കറിയാം, ഇന്നത്തെ ദിവസം തന്നെ അത് കണ്ടു. അതെ, അല്ല അത് ആദ്യമേ മനസ്സിലാക്കിയെന്നാണ്. ആദ്യമേ മനസ്സിലാക്കി, നമ്മൾ ബ്രില്യൻസ് ആണ്. അത് തീർച്ചയായിട്ടും അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കാരണം അത്രയും ദേഷ്യം തോന്നാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരല്ലാന്നാ. നിറകുടം തുളുമ്പുമോ തുളുമ്പില്ല. എന്റെ പൊന്നോ, ആ സാധനം കണ്ട മഹാപണ്ഡിതന്റെ മഹാവചനങ്ങളാണ് നമ്മൾ കേട്ടത്. ഇതിനകത്ത് ആ ഒരു സമയത്തുള്ള സീനുകൾ മാത്രം കണ്ടിട്ടുള്ള ഒരാള് പിന്നെ ജന്മത്ത് അനീഷിന്റെ സൈക്കൂല അജാതി വെറുപ്പിക്കലാണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ ആദ്യ കമന്റ് എന്താ അറിയോ? അതായത് പ്ലാൻ ചെയ്ത് ഇപ്പൊ അപ്പാനിശ്വരത്ത് ജയിലിലെത്തി. അപ്പൊ ഈ വലിയ പ്ലാനിങ് ഒക്കെ നേരെ ജയിലിൽ പോകാനായിരുന്നു അത്. ഈ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, വൻ പ്ലാനിങ് ഒക്കെ നടത്തി ഒരു മോഷണമൊക്കെ ആയിരിക്കും പ്ലാൻ ചെയ്ത് അവസാനം ജയിലിലായിരിക്കും. ലാസ്റ്റ് കമന്റ് എന്തായിരിക്കും അവിടെ അവസാന ഡയലോഗ്, ഐ എം ട്രാപ്പഡ്. അതെനിക്ക് ഈ ലാസ്റ്റത്തെ വർത്തമാനത്തില് അവസ്ഥ എന്റെ ഗതികേട് കൊണ്ട് ഞാൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞില്ലേ, എല്ലാ അർത്ഥം ഉണ്ട് അതില്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ എനിക്ക് അക്ബർ ഖാനോട് ചോദിക്കാനുള്ളത്, അതായത് ഷാനവാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ നീ ഇപ്പൊ പുറത്ത് നിന്ന് അത് മോശമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ. അപ്പോ അതുകൊണ്ടാണോ ഇപ്പോ അകത്ത് ആര് ശരത്ത് അകത്തായത്? എന്താണെങ്കിലും അത്രേ ഉള്ളൂ. ഫസ്റ്റ് ജയിലിൽ പോയത് അനുമോളും അപ്പാനിയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു ഇത് കാണാൻ കാത്തിരിക്കുക. ഒരു ഭയങ്കരമായിട്ട് ഇത് നമ്മളെ എൻജോയ് ചെയ്യിപ്പിച്ചു ഈ പ്രൊമോ. പിന്നെ ബിഗ് ബോസ് ചെറിയ പണിയല്ല, നല്ല കിടിലൻ പരിപാടി തന്നെയാണ്. അതായത് നല്ല എന്റർടൈനിങ് ആക്കാൻ വേണ്ടിയിട്ട് കഥാപാത്രമാക്കിയിട്ടാണ് ഇവരെ ജയിലിൽ വിടുന്നത്. അത് തന്നെ അടിപൊളി. അത് തന്നെ മതിലാണ് കൊടുത്തിട്ടുള്ളത്, ജയിലുമാണ്. ഇനി പല രീതിയിലുള്ള ഇപ്പൊ അയ്യോ ഗോവിന്ദസ്വാമിന്റെ ക്യാരക്ടർ വരുമോ? അത് വന്നാൽ മിക്കവാറും ആരായിരിക്കും ചെയ്യാ. അനീഷിന് കൊടുക്കല്ലേ എന്നാണ് എന്റെ അപേക്ഷ. കാരണം എന്താ അറിയോ, ഇത് വളരെ സീരിയസ് ആക്കാൻ ഒറിജിനൽ കൈ വെട്ടിക്കളയും. അപ്പോഴേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ തെറ്റാന്ന് പറയും. ഗോവിന്ദസ്വാമി ഒന്നും ആയിട്ട് അനീഷൊന്നും കൊടുക്കല്ലേ. ഇതെന്ത് രസമായില്ലേ, അടിപൊളി. മതിലുകൾ സിനിമ, അവരും ജയിലിലാണ് സിനിമയ്ക്കുള്ളിൽ, അവര് അപ്പുറത്തും ഇപ്പുറത്തും സംസാരിക്കുന്നു, ഇവര് ജയിലിനുള്ളിൽ ഒരുമിച്ചാണെന്ന് മാത്രം. അപ്പൊ ഇതില് പല കഥാപാത്രങ്ങൾ വരാനുണ്ട് കേട്ടോ. അപ്പം ഗംഭീര സാധനങ്ങൾ ഇനിയുണ്ട്. ന്യൂഡൽഹിയൊക്കെ വരുന്നു. പടച്ചോനെ സദയത്തിലെ ലാലേട്ടനെയൊക്കെ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അനീഷിനൊക്കെ കൊടുത്താണല്ലോ റിയൽ സൈക്കോ ആയിട്ട് മാറും അനീഷ്. കൊല്ലും. അല്ല ജയിലിലുള്ള സംഭവങ്ങളെ വരുന്നുണ്ടാവുള്ളൂ, കഥാപാത്രങ്ങൾ പുറത്തോട്ട് വരുമ്പോ ഉണ്ടാകും, പുറത്ത് പിടിച്ചിട്ട് വരും. പറയാൻ പറ്റില്ല. പോവാ. അയ്യോ, അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.